നമുക്കൊരു പൊറോട്ട തയ്യാറാക്കാം. നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്നത്ര ടൈമൊന്നും വേണ്ട ഈ ഒരു പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൊറോട്ടയാണിത്. ഇതൊരു ചീസ് പൊറോട്ടയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പൊറോട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. 1/2 കപ്പ് ഗോതമ്പ് പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് മൈദയിൽ തന്നെ ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് ബട്ടറാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ഉരുക്കിയെടുത്തതാണ്. അപ്പോൾ നിങ്ങളടുത്ത് ഒരു ബട്ടർ ഇല്ലെങ്കിൽ ഇതിന് പകരം നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ബട്ടർ ചേർക്കുമ്പോഴായിരിക്കും നമ്മളെ പൊറോട്ടക്ക് നല്ല ടേസ്റ്റും സോഫ്റ്റെല്ലാം ഉണ്ടാവാം. ഇനി നമുക്ക് ഈ ഒരു ബട്ടർ ചേർത്തിട്ട് ഈ ഒരു പൊടിയിലേക്ക് ബട്ടർ നന്നായി പിടിക്കുന്ന വിധത്തിൽ നമ്മൾ ഇതിനെ കുഴച്ചെടുക്കണം. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ഈ ഒരു ബട്ടർ ഈ ഒരു പൊടിയിലേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പൊടി കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയതുപോലെ തോന്നും നമുക്ക്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാവിലെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ നമുക്ക് നോക്കിയിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. 1/2 കപ്പ് ഫുള്ളായിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, കുറച്ച് കുറവാണ് 1/2 കപ്പിൽ. അത് നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ചപ്പാത്തി മാവിന് കുഴക്കുന്നത് പോലെ കുഴക്കുക. പക്ഷേ അത് നമ്മൾ കുഴച്ചെടുത്ത് കഴിയുമ്പോൾ ഈ ഒരു മാവ് ചപ്പാത്തി മാവിനേക്കാൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക. നമ്മൾ ബട്ടറെല്ലാം ചേർത്ത് കുഴക്കുന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് ഈ ഒരു മാവ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ പൊറോട്ട പരത്തിയെടുക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ട തയ്യാറാക്കാം. ഇപ്പോൾ നമ്മളെ മാവ് കുറച്ചുകൂടി സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചതിനേക്കാൾ കൂടുതൽ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മാവ് കൊണ്ട് 4 ബോൾസ് ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് ഈ ഒരു മാവിൽ 6 പൊറോട്ടയാണ് കിട്ടുക. 1 കപ്പ് പൊടിക്ക് 6 പൊറോട്ട നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം 4 ബോൾസ് തയ്യാറാക്കാം. നമ്മൾ ഈ ഒരു ചപ്പാത്തി 4 ഭാഗവും കട്ട് ചെയ്തിട്ടാണ് പൊറോട്ട തയ്യാറാക്കുന്നത്. ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്താം, എന്നിട്ട് 4 ഭാഗം കട്ട് ചെയ്യാം. എന്നിട്ട് ആ ബാക്കി വരുന്നത് കൊണ്ട് നമുക്ക് വീണ്ടും 2 ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 4 ബോൾസ് തയ്യാറാക്കാം. നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാൾ നല്ല വലിയ ഉണ്ടയാണ് എടുക്കേണ്ടത്. ഇനി നമുക്കിതിനെ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം. നമ്മൾ പരത്തുന്ന സമയത്ത് ചപ്പാത്തിനേക്കാൾ നേരിയതായിട്ട് വേണം പരത്താൻ വേണ്ടിയിട്ട്. നമുക്ക് ആദ്യം കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് മൈദ ഇട്ടിട്ടുണ്ട്. മൈദ ഇട്ടിട്ട് പരത്തുന്ന സമയത്ത് നമുക്ക് നല്ല നേരിയതായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ എത്രത്തോളം നേരിയതാക്കിയിട്ട് പരത്താൻ പറ്റുമോ അത്രയും നേരിയതാക്കിയിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ 4 ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തത് കൊണ്ട് തന്നെ നല്ല വലിയ ചപ്പാത്തി വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ 4 സൈഡും കട്ട് ചെയ്ത് കിട്ടുന്ന മാവ് കൊണ്ട് നമുക്ക് വീണ്ടും ഉണ്ട ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമുക്ക് 6 പൊറോട്ട വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 5 വലിയ പൊറോട്ടയും പിന്നെ 6ാമത് കിട്ടുന്ന പൊറോട്ട കുറച്ച് ചെറുതായിരിക്കും, എന്നാലും 6 പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു ചപ്പാത്തിൻ്റെ മുകളിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് ബട്ടർ ഉരുക്കിയെടുത്തതാണ്. നമ്മൾ നേരത്തെ പൊടി കുഴക്കുന്ന സമയത്ത് ഉരുക്കിയ ബട്ടർ തന്നെയാണിത്. ഇനി നമുക്കിതിനൊന്ന് നന്നായിട്ട് ഈ ഒരു ചപ്പാത്തിൻ്റെ മേലയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നന്നായിട്ട് തന്നെ ഞാനിവിടെ ബട്ടർ ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ചീസ് നമുക്ക് ഈ ഒരു ചപ്പാത്തിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചീസ് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു 4 കോണും ഇങ്ങനെ സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 4 കോണും ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പൊറോട്ട തയ്യാറാക്കേണ്ടത്. ഇതുപോലെ നമുക്ക് മുഴുവൻ മാവും പരത്തിയെടുക്കാം. മുഴുവൻ മാവും പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പൊറോട്ട ചുട്ടെടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് പാൻ നന്നായി ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കാം. അതുപോലെ ബട്ടറിന് പകരം നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. നന്നായി ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലാക്കാം. എന്നിട്ട് നമ്മുടെ പൊറോട്ട ഇട്ട് കൊടുക്കുക. ഇനി നമുക്കൊരു പൊറോട്ടൻ്റെ മുകളിലേക്കും കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ബട്ടർ തേക്കുന്ന സമയത്ത് അടിഭാഗം ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ഒരു പൊറോട്ട നടുഭാഗത്ത് ഇങ്ങനെ പൊങ്ങി വരും.
അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, മുകൾ ഭാഗം ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മറിച്ചിടാം. നമ്മളൊരു 2-3 തവണ ഇതിങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു പൊറോട്ട തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് സമയം ഒരു ഭാഗം വെക്കരുത്, അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു പൊറോട്ടൻ്റെ ഉൾഭാഗം നന്നായി വെന്ത് ചീസെല്ലാം നന്നായിട്ട് മെൽറ്റായി വരണം, അതേപോലെ പുറത്ത് നല്ലൊരു കളറും ഉണ്ടായിരിക്കണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു പൊറോട്ട ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവൻ പൊറോട്ടയും ചുട്ടെടുക്കാം. നമുക്ക് ഈ ഒരു പൊറോട്ട ചൂടോടുകൂടി കഴിക്കുമ്പോൾ വേറൊരു കറിൻ്റെ ആവശ്യമില്ല. അതേപോലെ ചൂടോടുകൂടി കഴിക്കാൻ തന്നെയാണ് ഈ ഒരു പൊറോട്ട ടേസ്റ്റ് ഉണ്ടാവുക. കാരണം നമ്മളിതിൽ ചീസെല്ലാം ചേർത്തത് കൊണ്ട് തന്നെ ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സോഫ്റ്റെല്ലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.